ഹായ് ഡിയേഴ്സ്, ഞാൻ എൻ്റെ വീക്കിലിയുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്ന് വെച്ചു. സോ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് വെനൂറ ഓർഗാനിക്സിൻ്റെ റെജുമിനേറ്റ 4-in-1 ജെൽ ആണ്. ഇത് പ്യുവർലി ആയുർവേദിക് ആയതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ പേടിയൊന്നും വേണ്ട. അതുപോലെ ഇതൊരു ഓറഞ്ച് കളർ ജെല്ലാണ് വരുന്നത്. സോ ഇതിലൊരു 14 ഹെർബ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ലൈക്ക് ടർമറിക്, സാഫ്രോണ്, ഫിഗ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ ഏജിങ് കുറയ്ക്കാനൊക്കെ ഈ ഒരു മാസ്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ടോ ജെല്ലായിട്ടോ ഫേസ് ക്ലെൻസറായിട്ടൊക്കെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊരു 2 minutes നമ്മുടെ സ്കിന്നിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 10 മിനിറ്റ് വരെ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നത് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊരു വാം വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. സോ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു മിൽക്കി കൺസിസ്റ്റൻസിയിലോട്ട് ഈ ഒരു ജെല്ല് മാറും. സോ ഈ ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ പിമ്പിൾസ്, ആക്നി ഇതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ജെല്ലാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഒരു ജെല്ല് പറ്റും. അതുപോലെ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ വീക്ക്ലി 2 days മാത്രമാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാറുള്ളൂ. നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഒരു ഓയിൽ പോലെ ഫീൽ ആകും. സോ അത് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഞാനിവിടെ യാലിസിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു റെജുവിനേറ്റ മൈൽഡ് ഫേസ് വാഷാണ്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അധികം നമ്മൾ റബ്ബ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത ശേഷം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഫേസ് വാഷ് എപ്പോഴും ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സോ ഇപ്പം എൻ്റെ സ്കിന്ന് അടിപൊളിയായി എന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം എൻ്റെ സ്കിന്ന് ലൈക്ക് ഒരു ഗ്ലോ ഒക്കെ വന്നു, പെട്ടെന്ന് തന്നെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ മൈ സ്കിൻ സേ താങ്ക് യു മീ. ഇപ്പോൾ എനിക്ക് ഒരുപാട് പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള സ്കിന്നായിരുന്നു. ഇപ്പോൾ ഒരുപാട് ചേഞ്ചായി. സോ ഐ ലൈക്ക് ഇറ്റ്. അതിനുശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസർ വെനൂറ ഓർഗാനിക്സിൻ്റെ റോസ് ആൻഡ് ലോട്ടസ്, സെയിം അവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ അതും ഞാൻ ജെൻ്റ്ലി അപ്ലൈ ഓൺ മൈ ഫേസ്. അതും ഫേസിലും നെക്കിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ശേഷം എല്ലാവർക്കും അറിയുന്നത് പോലെ സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഈവൻ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ബെറി ബ്രൈറ്റിൻ്റെ SPF 50 വരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. ഇതൊരു ലാവൻഡർ കളറാണ്. അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഐ ലൈക്ക് ദ സ്മെൽ. സോ നെക്കിലും ഫേസിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മളിപ്പോൾ സൺസ്ക്രീന് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ലൈക്ക് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും UV ലൈറ്റ് ഒന്നും നമ്മളുടെ സ്കിന്നിലേക്ക് ടാൻ വരാതെ എപ്പോഴും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് സൺസ്ക്രീനിൽ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. സോ ഇപ്പോൾ നന്നായിട്ട് എൻ്റെ സ്കിന്നിന് ബ്ലഷ് ആവുന്നുണ്ട്, ലൈക്ക് മോയ്സ്ചറായി. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.